ഹലോ ഗേസ് സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ കാൾ ഓഫ് ഡ്യൂട്ടി മേജേഴ്സ് ചൈന ഡേ 4 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗോളിലേക്കിലും SA2ലും മാച്ച് ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ SA2ൽ 3-0 ടീം Q9 തോൽക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് മാച്ചിൽ ഗോളിലേക്ക് 3-1 SBG ആയിട്ടും തോറ്റിട്ടുണ്ടായിരുന്നു. അത്ര നല്ലൊരു തുടക്കമല്ല നമുക്ക് രണ്ട് ഇന്ത്യൻ ടീമുകളുടെ ഭാഗത്തുനിന്നും കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് സ്റ്റേജുകളിൽ ഇനിയും മത്സരങ്ങൾ വരുന്നുണ്ട്. അതിലൊക്കെ അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് ടീം ക്വാളിഫൈ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ അടുത്തൊരു ഇൻഫോ നമ്മളെ BGIS 2025 2 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ ക്വാർട്ടർ ഫൈനൽസ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ കംബാക്ക് മാച്ചുകളും വേറെ ലെവൽ ഡോമിനേഷനൊക്കെയായിരുന്നു നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് എയുടെയും ഗ്രൂപ്പ് ഡിയുടെയും മത്സരങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ VXTയുടെ ആ ഒരു കംബാക്ക് ചിക്കൻ ഡിന്നർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എസ്പെഷ്യലി എസ് പവറിൻ്റെ ആ ഒരു ലാസ്റ്റ് ആ ഒരു ക്ലച്ച് വേറെ ലെവലായിരുന്നു. ഫൈനലി എസ് പവറിൻ്റെ ആ ഒരു ക്ലച്ചോട് കൂടിയിട്ടായിരുന്നു നമ്മുടെ ആ ഒരു ടീമിൻ്റെ ആ ഒരു ചിക്കൻ ഡിന്നർ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഗെയിം പ്ലേ നമ്മൾ ജൂനിയർ ഗെയിമിൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. എന്തായാലും ഒരു അടിപൊളി കംബാക്ക് നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു. 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കി. ലാസ്റ്റ് ഗോഡ്സ് റെയിനൊക്കെ തീർത്തുകൊണ്ട് ടീം ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. നമ്മളെ മേക്ക് കളിക്കുന്ന ജെനിസിസ് സ്പോർട്സ് 2 പോയിന്റും സ്വന്തമാക്കി. ആൻഡ് മാച്ച് 2 മിറാമറിൽ നമുക്ക് ന്യൂ വേർഷൻ്റെ വകയാണ് ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചത്. ലാസ്റ്റ് ജെനിസിസ് സ്പോർട്സിനെയും ഷോക്ക് വേവിനെയൊക്കെ തീർത്തുകൊണ്ട് 9 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ന്യൂ വേർഷനിലാണ് നമ്മളെ OG പ്ലേയേഴ്സായുള്ള ഗില്ലും വീരും ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ജെനിസിസ് സ്പോർട്സ് ഇവിടെ 10 പോയിന്റ് സ്വന്തമാക്കിയാൻ ഫീനിക്സിൻ്റെയും വേറെ ലെവൽ കംബാക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 15 ഫിനിഷേഴ്സാണ് ഫീനിക്സ് ഈ ഒരു മാച്ചിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. മാച്ച് 3 സാൻഹോക്കിൽ ഫീനിക്സിന് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് 4Mനും VXT ഒക്കെ തീർത്തുകൊണ്ട് 14 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കനിനാണ് ഫീനിക്സ് സ്പോർട്സ് സ്വന്തമാക്കിയത്. VST 9 പോയിന്റോട് കൂടിയിട്ട് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉറപ്പുവരുത്തി. പിന്നീട് അടുത്ത ഗ്രൂപ്പിൻ്റെ മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സാൻഹോക്കിൽ SOA ദ പ്യുവർ അണ്ടർഡോഗ് ടീം വേറെ ലെവൽ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ച് ഡേ 1ലും 2 ചിക്കൻ ഡിന്നർ, ഇവിടെയും ആ ഒരു ചിക്കൻ ഡിന്നർ അവർ ആവർത്തിച്ചു. 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. ആൻഡ് മാച്ച് 5 ട്രോയ് തമിഴ്സിനും ഇമ്പോർട്ടൻറ്റ് ചിക്കൻ ഡിന്നർ അവർ സ്വന്തമാക്കി. ലാസ്റ്റ് ഡ്രാഗൺ ക്ലോനെയും വസിസ്റ്റയും ഒക്കെ തീർത്തുകൊണ്ട് 9 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. വസിസ്റ്റയും ആദ്യമായിട്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് പറയാം. 11 ഫിനിഷോട് കൂടി 16 പോയിന്റ് അവരും സ്വന്തമാക്കിയ ലിഗിത സ്പോർട്സിന് ഒരു പോയിന്റ് പോലും ഇവിടെയും എടുക്കാനായിട്ട് സാധിച്ചില്ല. ആ ഒരു ഹൈദരാബാദ് ഹൈഡ്രാസിൽ ആ ഒരു ഡ്രോ ഫൈറ്റിൽ ഒറ്റ സെക്കൻഡിലാണ് ലിഗിത സ്പോർട്സ് മൊത്തത്തിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മാച്ച് ഒരുപാട് ടീമുകൾക്ക് ക്രൂഷ്യൽ മാച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മാച്ചിൽ ആ ഒരു എൻഡിങ്ങും വേറെ വൈബായിരുന്നു. ക്വാളിഫിക്കേഷന് വേണ്ടിയുള്ള 4 ടീമുകളും എൻഡ് സോണിലേക്ക് എത്തി. ലിഗിത, HH, മെഡൽ സ്പോർട്സ്, ട്രോയ് തമിഴ്നാട്. അതിൽ ആര് കൂടുതൽ സർവൈവ് ചെയ്യുന്നു അവർക്ക് ക്വാളിഫിക്കേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ള രീതിയിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. ആദ്യം ട്രോയ് തമിഴൻസ് പുറത്തായി, പിന്നീട് ഗോബ്ലിൻ സർവൈവ് ചെയ്യാൻ നോക്കിയെങ്കിലും ലിഗിത സ്പോർട്സും അവിടെ പുറത്തായി. പിന്നീട് മെഡലും ഹൈദരാബാദും ഫൈറ്റ്. ഹൈദരാബാദ് ആ ഒരു ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉറപ്പുവരുത്തിയാൻ മെഡൽ സ്പോർട്സും ആ ഒരു ഗ്ലോബ്ലിൻ്റെയും ആ ഒരു പ്രൈസ്മെൻറ്റ് പോയിന്റിൻ്റെയും ഇതിൽ അവരും ക്വാളിഫിക്കേഷൻ ഉറപ്പുവരുത്തിയാൻ ലിഗിതക്കും ട്രോയ് തമിഴൻസിനും ജസ്റ്റ് മിസ്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ക്വാർട്ടർ ഫൈനൽസ് അവസാനിച്ചപ്പോൾ ഓവറോൾ സ്റ്റാൻഡിങ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആഷ് 1-ലെത്തിയത് മാസ്റ്റർ മൈൻഡ് മാവറിക്ക് തന്നെയാണ് 65 പോയിന്റ്. സെക്കൻഡ് NRI സ്പോർട്സ് എത്തി 64 പോയിന്റ്. തേർഡ് ഫീനിക്സ് എത്തി 64 പോയിന്റ്. വേറെ ലെവൽ കംബാക്കാണ് അവർ കാഴ്ചവെച്ചത്. 4ാം സ്ഥാനത്ത് അണ്ടർഡോഗ് ടീം SOA സ്പോർട്സ് എത്തി 63 പോയിന്റ്. 8ാം സ്ഥാനത്ത് ഹൈദരാബാദ് ഹൈഡ്രാസ് എത്തി 55 പോയിന്റും. 9ാം സ്ഥാനത്ത് VXT ഫിനിഷ് ചെയ്തു 54 പോയിന്റ്. 10ാം സ്ഥാനത്ത് നമ്മളെ മാക്കിൻ്റെ ജെനിസിസ് സ്പോർട്സ് എത്തിയിരിക്കുകയാണ് 53 പോയിന്റ്. ഏക മലയാളിയാണ് സെമി ഫൈനൽസിലേക്ക് ഇപ്പോൾ കറന്റ് ക്വാളിഫൈ ആയിട്ടുള്ളത്. ദ ഫസ്റ്റ് മലയാളി ടു ക്വാളിഫൈ സെമി ഫൈനൽസ് മാക്ക് തന്നെയാണ്. കഴിഞ്ഞ തവണയും നമ്മളെ മാക്കായിരുന്നു ആ ഒരു ഒഫീഷ്യൽ ലാൻഡ് ഫൈനൽസിലേക്ക് എത്തിയത്. ഇത്തവണയും മാക്ക് ആ ഒരു ഒഫീഷ്യൽ ലാൻഡ് ഫൈനൽസിലേക്ക് എത്തുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഒഫീഷ്യൽ ചാമ്പ്യന്മാർ RNTX 11ാം സ്ഥാനത്തോട് കൂടിയിട്ട് സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന തേർഡ് പാർട്ടി ഇവൻറ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. RNTX കുറച്ച് ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷേ ഒഫീഷ്യൽ ഇവൻറ്റ് വരുമ്പോൾ അവർ ആ ഒരു ഡോമിനേഷൻ കാഴ്ചവെച്ചു ഡയറക്റ്റ് സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. ടോപ്പ് 16 ടീമുകളാണ് ഡയറക്റ്റ് സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. ബാക്കിയുള്ള 48 ടീമുകളുടെ എലിമിനേറ്റ് ആയി പോകുന്നില്ല. അവരൊക്കെ ഇനി വൈൽഡ് കാർഡ് റൗണ്ട് കളിക്കാൻ പോകുന്നുണ്ട്. സോള്, ഗോഡൽ, ലിഗിത, വമ്മൻ ടീമുകളൊക്കെ വൈൽഡ് കാർഡിലാണ് ഇനി വരാൻ പോകുന്നത്.
അതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡ് റൗണ്ട് കുറച്ചും കൂടി ടഫ് ആയിരിക്കും. ഇവിടെ ഇനി സെക്കൻഡ് ചാൻസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ടോപ്പ് 16 എത്തിക്കഴിഞ്ഞാൽ ഇനി സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവാനായിട്ട് പറ്റും. ബാക്കി വരുന്ന ടീമുകളൊക്കെ എലിമിനേറ്റ് ആയി പോവായിരിക്കും. ഇന്നാണ് വൈൽഡ് കാർഡ് തുടങ്ങുന്നത്. വൈൽഡ് കാർഡിന്റെ ഫോർമാറ്റ് എങ്ങനെയാ വെച്ചാൽ ടോട്ടൽ 4 ദിവസമുണ്ട്. ഒരു ടീമിന് 6 മാച്ചുകൾ വീതം ഉണ്ടാവും. ഫസ്റ്റ് 2 ദിവസം 3 മാച്ചുകൾ വീതം ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെയും ഗ്രൂപ്പ് ഷഫ്ലിംഗ് ഉണ്ടാവും. പിന്നീട് 3 മാച്ച്, അങ്ങനെ ടോട്ടൽ 6 മാച്ച്. അതിനുശേഷം 64 ടീമുകളുടെയും ഓവറോൾ സ്റ്റാൻഡിങ്സ് നോക്കി 16 ടീമുകളാണ് ആ ഒരു സെമി ഫൈനൽസിൻ്റെ വീക്ക് 1ലേക്ക് ബാക്കി ആ ഒരു 16 ക്വാളിഫൈഡ് ആയ ടീമിൻ്റെ കൂടെ കളിക്കാൻ പോകുന്നത്. ഈ ഗ്രൂപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ബിയിൽ നമ്മൾ നോണെക്സും അതേപോലെ ഏക മലയാളി ലൈനപ്പ് ഇന്ത്യൻ സീ സ്പോർട്സ്, ഇത്തവണ നമ്മൾ എക്സ്പെയിനൊക്കെ ആ ഒരു ലൈനപ്പിൽ വരുന്നുണ്ട്. അവർ ആ ഒരു ഡോമിനേഷൻ കാഴ്ചവെക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കും. അവർ ഗ്രൂപ്പ് ബിയിലാണ് വരുന്നത്. ഗ്രൂപ്പ് സിയിൽ നമ്മൾ റോയൽ എംബറർ വരുന്നുണ്ട്. ഗ്രൂപ്പ് ഡിയിൽ ലിഗ്ദ ഇ സ്പോർട്സും വരുന്നുണ്ട്. അപ്പോൾ വൈൽഡ് കാർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഏതൊക്കെ വമ്പൻ ടീമുകളാണ് എലിമിനേറ്റ് ആകാൻ പോകുന്നത്, ക്വാളിഫൈ ആകാൻ പോകുന്നത് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ അപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ദിവസം വരെ ബൈ ഗൈസ്.